കനത്ത വേനലും ഉയർന്ന ചൂടും ഇത്തവണ കാർഷിക മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാണ് സമ്മാനിച്ചിട്ടുള്ളത്. ഇത്തവണ കാലവർഷത്തിൽ കുറവ് വന്നിരുന്നു. പ്രതീക്ഷിച്ച രീതിയിലുള്ള തുലാമഴയും വേനൽ മഴയും ലഭ്യമായില്ല. ഇത് കർഷകർക്ക് കൂടുതൽ തിരിച്ചടിയായി. ജലസ്രോതസ്സുകൾ വരളുകയും ജലലഭ്യത കുറയുകയും കൂടി ചെയ്തതോടെ കൃഷിക്കായുള്ള പല കർഷകരുടെയും ജലസേചന മാർഗം പൂർണ്ണമായി അടഞ്ഞു. കൊടും ചൂടും പകൽ സമയത്തെ ഉയർന്ന അന്തരീക്ഷ താപനിലയും കാർഷിക വിളകൾ ഉണങ്ങി നശിക്കാൻ ഇടയാക്കി. ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിൽ ഇതിനോടകം വലിയ തോതിൽ കാർഷിക വിളകൾ കരിഞ്ഞുണങ്ങി നശിച്ചു കഴിഞ്ഞു. ഏലം കൃഷിക്കാണ് ഏറ്റവും അധികം നാശം സംഭവിച്ചിട്ടുള്ളത്. ഏലച്ചെടികൾ ഉണങ്ങി നിലം പൊത്തി. ചെടി ഒന്നുപോലുമില്ലാതെ ഉണങ്ങി നശിച്ച കൃഷിയിടങ്ങളുമുണ്ട്. ചെടികളിലുള്ള ശരവും ഉണങ്ങി നശിച്ചു. ഇത് കർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തിയിട്ടുള്ളത്. കുരുമുളക് ചെടികളും വലിയ തോതിൽ ഉണങ്ങി നശിച്ച തോട്ടങ്ങൾ ഹൈറേഞ്ചിലുണ്ട്. വേനൽ വറുതി ഇത്രത്തോളം കാർഷിക മേഖലയ്ക്ക് തിരിച്ചടി നൽകിയ സാഹചര്യത്തിലാണ് കർഷകർക്ക് കൈത്താങ്ങായി കാർഷിക മേഖലയുടെ പിടിച്ചുനിൽപ്പിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നഷ്ടപരിഹാരവും പ്രത്യേക സാമ്പത്തിക പാക്കേജും അനുവദിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. ഏലത്തോട്ടം ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഏലം തട്ടം മറിഞ്ഞു പോയിട്ടുള്ളത്. അത് കണ്ടാൽ നമ്മൾ സഹിക്കില്ല. അത്രയും ഒരു കൃഷിയോട് ബന്ധമുള്ളവർ ആര് കണ്ടാലും അത് ചങ്ങ് തകർന്ന ഒരു അവസ്ഥയാണ്. കാരണം ആ കർഷകരൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കുക, അവർ അത്രയധികം സങ്കടത്തിലാണ്. അപ്പോൾ ആ കുരുമുളക്, ഏലം, പിന്നെ ജാതിയൊക്കെ 30-40 കൊല്ലം പഴക്കമുള്ള ജാതി മരങ്ങളാണ് ഉണങ്ങി നിൽക്കുന്നത്. അതൊക്കെ ഒരു മരത്തിൽ നിന്ന് തന്നെ 10,000 രൂപ വരുമാനം കിട്ടുന്നത് ജാതി മരങ്ങൾ ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഗവൺമെൻറ്, കേന്ദ്ര സർക്കാരും കേരള ഗവൺമെൻറ്റും ചേർന്നിട്ട് കർഷകർക്ക് അത് ഗുണകരമാകുന്ന ഒരു ആശ്വാസം കിട്ടുന്ന രീതിയിലൊരു പാക്കേജ് ഉണ്ടാകണം. അത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഏലം കർഷകരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ നഷ്ടം നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ തീരുന്നതല്ല. കോടികളുടെ നഷ്ടമാണ് ആ മേഖലകളിൽ സംഭവിച്ചിട്ടുള്ളത്. ഏലച്ചെടികൾ ഉണങ്ങി നിലം പതിച്ചതോടെ കർഷകർ വലിയ ആശങ്കയിലാണ്. പലരും വായ്പയും മറ്റുമെടുത്താണ് പരിപാലന ചെലവ് വഹിച്ചത്. അടുത്ത വർഷത്തെ വിളവെടുപ്പിലായിരുന്നു പ്രതീക്ഷ. ചെടികൾ ഇല്ലാതായതോടെ വലിയ കടക്കണിയിലേക്ക് കൂപ്പുകുത്തുമോ എന്ന ആശങ്ക കർഷകർ പങ്കുവയ്ക്കുന്നു. ജാതി കൃഷിക്കും വേനൽ തിരിച്ചടി സമ്മാനിച്ചിട്ടുണ്ട്. ഇനിയും വേണ്ട രീതിയിൽ വേനൽ മഴ പെയ്തില്ലെങ്കിൽ കൂടുതൽ കർഷകർ പ്രതിസന്ധിയിലാകും. നിലവിലെ സ്ഥിതി വലിയ തോതിലുള്ള ഉൽപാദന കുറവിന് ഇടവരുത്തുമെന്നും കർഷകർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, അടിമാലി.